35-നും 60-നും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതി പ്ലാൻ ബിയുടെ ഭാഗമാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നു. പ്രതിമാസം 1000 രൂപ വീതം കൊടുക്കുവാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ LDF ഉന്നമിക്കുന്നത്. LDF 3.0 എന്നുള്ള, അതായത് മൂന്നാം ഭരണത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ബി ആയി ഇത് മാറുമോ എന്നും അതോ മണിയാശാൻ പറഞ്ഞതുപോലെ തന്നെ ശാപ്പാടാകുമോ എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ഇടത് മുന്നണിക്ക് തുടർ ഭരണം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന് ഇക്കാണുന്ന വികസനം ഒന്നും തന്നെ ഉണ്ടാകുമായില്ല എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കും മുൻപേ തന്നെ കണ്ണൂരിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചത്. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയ കാര്യവും അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. 1600 രൂപയായിരുന്ന പെൻഷനായിരുന്നു 2000 രൂപയാക്കി മാറ്റിയത്. മറ്റ് ആനുകൂല്യങ്ങളില്ലാത്ത വീട്ടമ്മമാർക്കാകട്ടെ ഓരോ മാസവും 1000 രൂപ വീതം കൊടുക്കുമെന്ന പദ്ധതി ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് അടയാളം പിന്നാലെ ഇപ്പോൾ വ്യക്തമാകുന്നത് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള അല്ലെങ്കിൽ തുടർ ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാകാം ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ പല നേതാക്കളും പറയുന്നത് ശബരിമല വിഷയം പോലും തെല്ലൊന്നും തന്നെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവരെ ഏശിയില്ല എന്നതാണ് ഒന്നടങ്കം പറയുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അവിടെ വലിയ രീതിയിലുള്ള പരാജയം അവർക്ക് ഏറ്റുവാങ്ങാനുണ്ടായ പ്രധാന കാരണം ശബരിമല ഇഷ്യൂ തന്നെയാണ് എന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് LDFന് വലിയ രീതിയിൽ പ്രയാസമാകുമെന്നും ഇത് ഈസി ആകില്ലെന്നും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസും UDFും തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയം സമ്മാനിച്ച ആത്മവിശ്വാസം ചെറുതല്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് വലിയ ഞെട്ടൽ വിജയമാണ് BJPയും കരസ്ഥമാക്കിയത്. കയ്യിലുണ്ടായിരുന്ന ഒറ്റ സീറ്റ് കഴിഞ്ഞ തവണ BJPക്ക് നഷ്ടമായിരുന്നു. ഇക്കുറി അവർ നേമത്ത്, അതിനു പുറമെ തന്നെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിജയം കൈയടക്കുകയാണ് ചെയ്തത്. ആ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. മുന്നണികളുടെ പ്രതീക്ഷകൾ അവിടെ നിൽക്കട്ടെ എന്ന് നമുക്ക് പറയാം. എന്നാൽ പിണറായി വിജയൻ പറഞ്ഞ വീട്ടമ്മമാർക്ക് 1000 രൂപ പ്രതിമാസം ആർക്കൊക്കെ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ മാതൃകയിൽ തന്നെ കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. അർഹരായ സ്ത്രീകൾക്ക് മാസം 1000 രൂപ ഇതിലൂടെ തന്നെ ലഭിക്കും. മറ്റ് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ളതും മഞ്ഞ, പിങ്ക് കാർഡുകളുള്ള, റേഷൻ കാർഡുകളുള്ള അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടവരായിരിക്കണം ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റേണ്ട സ്ത്രീകൾ. വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ പോലുള്ള സാമൂഹിക ക്ഷേമ പെൻഷനുകൾ, വിവിധ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡിന്റെ കുടുംബ പെൻഷൻ, ഇത് എല്ലാം തന്നെ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ മുതലായ പെൻഷനുകൾ ഒന്നും തന്നെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്തവരായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ട്രാൻസ് വിമണിനും ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ജോലി പെൻഷൻ കിട്ടാനുള്ള അയോഗ്യതയായി പറയുന്നില്ല. അതേസമയം 60 വയസ്സ് തികയുന്ന ദിവസം പദ്ധതിയിൽ നിന്നും പുറത്താകുമെന്നതാണ് മറ്റൊരു വസ്തുത. സംസ്ഥാനത്ത് നിന്ന് താമസം മാറിയാൽ പോലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, മറ്റ് സ്വയംഭരണ ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരമായോ അല്ലെങ്കിൽ കരാർ നിയമത്തിന്റെ ആ ഒരു ലഭ്യതയിലായാലും അത് ലഭിച്ചാലും അർഹത ഇല്ലാതാകും. അതേപോലെ തന്നെ റേഷൻ കാർഡ് നീല, വെള്ള കാർഡുകളിലായി തന്നെ തരം മാറ്റപ്പെട്ടുവാലും 1 മാസത്തിലേറെ അത് വലിയ രീതിയിൽ റിമാൻഡിലോ ജയിലിലോ ആയാൽ പോലും പിന്നെ ഈ പെൻഷൻ കിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.